ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലി കുട്ടാപ്പി വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24 നാളെ ഫെബ്രുവരി 25 എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഞാനപ്പോൾ ചെറിയൊരു എന്നുവെച്ചാൽ വലിയ ആർഭാടമായിട്ടൊന്നുമില്ല, ചെറിയൊരു തോതിൽ എന്നെക്കൊണ്ട് കൊക്കിലൊതുങ്ങുന്ന പോലെ ചെറിയൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇതും കുട്ടിയുടെ അറിയാം, ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് അറിയാം. കാരണം ഇവിടെ കൊറിയറുകാരൻ വന്നു കുട്ടിയുടെ ഞാൻ കാണിച്ചില്ല, ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് വലിഞ്ഞു. അപ്പോൾ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന പോലെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഹൗസ് വൈഫായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന കൊച്ചു പോക്കറ്റ് മണീസൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫെബ്രുവരി 25 ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളെ വെയിറ്റായി കാത്തിരിക്കുന്ന കാര്യമാണ്. ഇത് കുട്ടീനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഗിഫ്റ്റൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 ഗിഫ്റ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് വേണമല്ലോ കുട്ടികളിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള അതിൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യണമെന്ന് ഗവൺമെൻറ്റിലില്ല. അപ്പോൾ അത് മേടിക്കാൻ നമുക്ക് പോകണം. അപ്പോൾ ആ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കവർ പുതിയല്ലേ, അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് മേടിക്കാൻ കൂടെ മാത്രമല്ല, നമ്മുടെ കാർത്തിക്കുട്ടനും കൂടി നമുക്ക് വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ സ്കൂൾ ടൈം വിടാറായിട്ടുണ്ട്. 3:30 വാച്ച് കിട്ടിയില്ല. അപ്പോൾ 3:30 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് വണ്ടി വന്നത്. അപ്പോൾ ആ 4 മണിക്ക് ടൈമിന് ഞാനിവിടെ അത് മേടിച്ചിട്ട് ഇവിടെ എത്തുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്ക് ചെറിയ ജലദോഷം ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അവൻ കുറച്ച് പിടിവാശിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം വിട്ടുപോയി. അപ്പോഴത്തേനും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് കടയിലേക്ക് വേഗം പാഞ്ഞ് വിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ടൈം വെച്ച് 3:30 ആയിട്ടുണ്ട്. എന്നെ കാണാൻ പറ്റില്ല, വെയിലടിക്കേണ്ടതേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഗിഫ്റ്റാണ് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ മേടിച്ചത്. അപ്പോൾ ഇത് 3 പേർക്കും കൂടി ഞങ്ങൾ 3 പേരോടെ ചേർന്ന് ഞങ്ങൾ 3 ഗിഫ്റ്റ് വരെ കൊടുക്കും. അപ്പോൾ ഇന്ന് പപ്പൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് 2 പേരും കൂടി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഒരാൾക്ക് ഹരികൃഷ്ണ, ഒരാൾക്ക് നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു മുൻശുണ്ടിയും കൂടി ഞങ്ങൾക്കുണ്ട് അല്ലേപ്പാ? അതേന്ന് ഇല്ലപ്പോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ പാട്ടിന് വിട്ടാൽ ഇല്ല എന്നെ പൊന്നു കളിച്ചു. അതിന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ പാക്ക് ചെയ്യാനുണ്ട്. ഒന്നും പറയത്തില്ല, എൻ്റെ കൂടെ നിൽക്കും. സർപ്രൈസ് പപ്പയ്ക്ക് കൊടുക്കാം എന്നുള്ള വാക്കൊക്കെ തന്നു ഒരുത്തൻ്റെ കൂടെ ഉണ്ട്. എന്നെ ചതിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ചതിച്ചാൽ ഞാൻ ഇവനെ ചതയ്ക്കും. ഇല്ലാത്ത ചുമ്മാ പൊന്നു. അപ്പം ഞങ്ങളപ്പോൾ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യാം. വേഗം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്താൽ മാത്രം മതി. ഇത് സെല്ലോ ട്രിപ്പ് കൊടുത്തുകൊണ്ട് പോകുന്നു. പാക്ക് ചെയ്താൽ മാത്രം മതി. ഇതെന്താണെന്ന് ഞാൻ ഇവരെ കാണിക്കത്തില്ല, ഞാൻ ഒന്നും കാണിക്കത്തില്ല കേട്ടല്ലോ. അത് പപ്പ ഓപ്പൺ ചെയ്യുമ്പോൾ കാർത്തിയും കുഞ്ഞാവയും കണ്ടാൽ മതി. ഇത് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ഗിഫ്റ്റ് വേണമെങ്കിൽ കാർത്തിക്ക് ചൂസ് ചെയ്യാം. ഏത് ഗിഫ്റ്റ് പപ്പയ്ക്ക് കൊടുക്കണം കാർത്തിക്ക്? എനിക്കറിയാം ഏതേ കൊടുക്കുള്ളത്. കാരണം ഇതിൽ ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ. ഈ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് അതിന് വീഡിയോ ഇടാം. അതുകൂടാതെ ഇത് നമുക്ക് ഒരു സാന്ദ്ര വിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വഴി ഞാൻ അറിഞ്ഞൊരു കൂട്ടുകാരിയാണ് സാന്ദ്ര വിഷ്ണു. സാന്ദ്ര വിഷ്ണു ഇങ്ങനെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ അപ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടോ അതെന്താണ് അവിടെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എമൗണ്ടിൽ, എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞ് എമൗണ്ടിൽ എനിക്ക് ആ കുട്ടി ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ അതാണ് ഈ ഗിഫ്റ്റിലുള്ള. അപ്പോൾ കാർത്തിക്ക് ഇത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാർത്തി പപ്പയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കിത് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം. പൊന്നിന് എന്ത് വേണം? ഇത് ചേട്ടായി എടുത്ത്. പൊന്നിന് എന്ത് വേണം? ഇത് വേണോ? ഏത് വേണം? തൊട്ടേ പൊന്നു. പൊന്നിന് പപ്പയ്ക്ക് ഇത് കൊടുക്കണം. തങ്കു ഇത് കൊടുക്കണോ? അവിടെ. അപ്പം നമുക്കിത് പാക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് പപ്പയ്ക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം.
പൊന്നു സെല്ലോട്ടേപ്പ് എന്തേ പൊന്നു? ആ അവിടെ ഉണ്ട്. പൊന്നക്കുട്ടി, തങ്കക്കുട്ടി, എന്ത് കാണിച്ചു ആണ് അവിടെ? ആമ്മയുടെ പൂഞ്ഞുകുട്ടി എന്ത് കാണിച്ചു ആണ്? പാട്ട് പാടിക്കേ. ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എന്നത് പിച്ചുമ്പം പാടടിയേ. എന്റെ പൊടിപ്പടി ഒന്നിനെ വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചു മണി ചെയ്യ, എന്നെ വാരിപ്പാളങ്കത്തു രാജപ്പൂ മുട്ടായി പോയടി. വേരരുതേ പൊന്നിന്റെ ചെളിപ്പാട്ടം. ദോഷം കളയാം എന്തോന്ന് എന്തോന്ന് പോലെ കുത്തിയോ? സംഭവം ചില സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇതായിട്ട് ഒട്ടിക്കുന്നൊന്നുമില്ല. ഇതെന്തായാലും വലിച്ചു പൊളിക്കാനുള്ളത്. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ ഒട്ടിക്കത്തുള്ളൂ. അതിനിപ്പോൾ അപ്പം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും പൊളിച്ചെടുക്കാൻ. ഓക്കേ, പാട്ട് 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 പഠിക്കേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ 3 ഗിഫ്റ്റും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നൈറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. നമ്മളിപ്പോൾ നൈറ്റ് 12 മണിക്ക് ഞാനിന്ന് ബർത്ത്ഡേ വിഷസ് ചെയ്തുകൊണ്ട് ഈ ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നൈറ്റ് കാണാം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും പുള്ളിക്കാരൻ പൊട്ടിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, സർപ്രൈസും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ജലദോഷം അല്ലേ? ഇപ്പോൾ തങ്കക്കുട്ടി ചേട്ടായി അങ്ങനെ പഠിക്കാനിരിക്കുവാണ്. കാത്തി ഇപ്പൊ വാ, അമ്മയുടെ അടുത്ത് വാ, ഇങ്ങോട്ട് വാ കണ്ണ കുഞ്ഞാപ്പൂ, ഇവിടെ വാ. നമ്മുടെ കാത്തിച്ചേട്ടായിനെ പഠിക്കാനിരുത്തിക്കും. നാളെ കാത്തിച്ചേട്ടായിക്ക് ഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ പറ, ഡിറ്റേഷന് നാളെ ഫുൾ മാർക്ക് മേടിച്ചോണ്ട് വരുമോ? അപ്പൊ എന്ത് കിട്ടും? എന്ത് കിട്ടും? മിഠായി. എന്ത് മിഠായി? എന്തോന്നു? എന്തുവാടാ? വലിയ മിഠായി. അമ്മ ടീച്ചറെ പറഞ്ഞേ ഇതിന്റെ ഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നുണ്ടെന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ ഗ്രൂപ്പിൽ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ബോർഡിൽ എഴുതി, ബോർഡ് താഴെ വെച്ചിട്ട് ഞങ്ങൾ എഴുതിച്ചത്. ആണോ? അത് ടീച്ചർ എഴുതിച്ചോളും. ടീച്ചറോട് ചോദിച്ചിട്ട് എഴുതിയാൽ മതി. അങ്ങനെയൊന്നും എഴുതണ്ട, ടീച്ചർ പറയട്ടെ. ടീച്ചർ പറയുമ്പോൾ എഴുതാം. മറ്റൊരു പാട്ട് പഠിക്കടാ, ഇഷ്ടമുള്ള പാട്ട് പഠിക്കേ. കോപ്രായ അല്ലാണ്ട് പാടാം, മര്യാദയ്ക്ക് പാടണം. ഉള്ളിനുള്ളിൽ അക്ഷര പൊട്ടുകളതിന്നോരുന്നു, മിന്നിൽ കലടിലോ ചെടി കിട്ടുമ്പോ കിഴന്നപ്പോടെ വന്നു. ജീവിത മറ്റൊരു ജന്മം ഇനിയിലങ്ങ് കൂടെ ആളില്ലെന്ന്. ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ ഉച്ചത്തിപ്പാട് കേക്കണില്ല. ജീവിത കാര്യ ഒറ്റയ്ക്ക് നിന്നില്ലേ, ഞാന് ഒറ്റയ്ക്ക് നിന്നില്ലേ.
അമ്മ പൊന്നെ അക്ഷരത്തെറ്റുണ്ട് പാടിയില്. ഉള്ളിനുള്ളിൽ അക്ഷരത്തെട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞിക്കാലടി ഒരിടി തെറ്റുമ്പോൾ കൈവന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനെ കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാഞ്ഞു മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. എല്ലാ പണിയും പാളി ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാപ്പി രാത്രി ആയപ്പോഴത്തേന് ആകെ പണിയായി, അവനെ ചുമ കൂടി ഭയങ്കര ബുദ്ധിമുട്ടായി. നേരെ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോന്നു. ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ കുളവായി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ രാത്രിയായി വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കുട്ടികളിന് ഗിഫ്റ്റ് കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തു, മാറിക്കിടന്നുറങ്ങി. വേറെ ഒറ്റ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഞാനിപ്പോൾ കുട്ടികളിന് കൊടുത്ത ഗിഫ്റ്റിലൊന്ന് ഇതാണ്, ഫോണിൻ്റെ കവറ്, പിന്നെ അതുപോലെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടും. പിന്നെ ഞാനൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴത്തേനും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വിചാരിച്ച പോലെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.